ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈ ലേണിംഗ് ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള സിലബസ് ഹയർ സെക്കൻഡറി, അതായത് +2 ക്ലാസ്സിലെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി പാഠപുസ്തകത്തിലെ ഒരു പാഠഭാഗമാണ്. ബേട്ടി കെ നാം എന്നുള്ളൊരു എഴുത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ഇന്ത്യയിലെ അവസാന മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫർ സ്വന്തം മകൾക്ക് എഴുതിയ മറുപടി കത്താണ്. പഠിച്ചു തുടങ്ങുന്നതിന് മുൻപ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ആരും മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പൊ നമുക്കിനി പാഠം പഠിച്ചു തുടങ്ങാം, അല്ലേ? ദേഖോ മിത്രോ യഹി ചിത്ര കിസ്കോ സൂചിത് കർത്താ ഹൈ. ഈ ചിത്രം, കൂട്ടുകാരെ, ഈ ചിത്രം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. 1947 के पूर्व 2 सदियों तक भारत ब्रिटिश राज का अधीन था. 1947 മുൻപ് 2 നൂറ്റാണ്ടുകളോളം ഭാരതം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു. ഭാരത് को स्वतंत्र बनाने के लिए न जाने कितनों ने अपनी जान की कुर्बानी दी. ഭാരതത്തെ സ്വതന്ത്രമാക്കാൻ എത്രയോ ആളുകൾ അവരുടെ ജീവൻ ബലി നൽകി. ഇതിഹാസ് സാക്ഷി ഹേ കി 1857 से भारत की स्वतंत्रता की लड़ाई शुरू हो गई. स्वतंत्रता की लड़ाई शुरू हुई थी. 1857 മുതൽ തന്നെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരം ആരംഭിച്ചിരുന്നു. ഇതിഹാസ് കെ പന്നോങ്ക ഏക് ഹിസ്സ യഹാം ആപ്കെ സാമനെ. ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ ഒരു ഭാഗമാണ് ഇവിടെ ഈ എഴുത്തിന്റെ രൂപത്തിൽ നമുക്ക് വായിക്കാനായി പഠിക്കാനായി തന്നിരിക്കുന്നത്. ബ്രിട്ടീഷ് സർക്കാർ ने 1857 की स्वतंत्रता की पहली लड़ाई को परास्त कर दिया. ബ്രിട്ടീഷുകാര് 1857 നടന്ന മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പരാജയപ്പെടുത്തി. അവർ എന്താ ചെയ്തത്? दिल्ली के अंतिम मुगल शासक बहादुर शाह सफर को 4 सितंबर 1858 को मगर नामक ब्रिटिश युद्धपोत में रंगून भेज दिया. അവര് മുഗൾ ചക്രവർത്തിയായിരുന്ന, ഇന്ത്യയിലെ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫറിനെ 1858 ഡിസംബർ മാസം 4-ാം തീയതി മഗർ എന്ന കപ്പലിൽ, മഗർ നാമക് ബ്രിട്ടീഷ് യുദ്ധക്കപ്പലിൽ റംഗൂൺ അല്ലെങ്കിൽ ബർമയിലേക്ക് അയച്ചു. ആ രാജ്യത്തെ നമ്മളിപ്പോൾ മ്യാൻമാർ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ രാജ്യത്തേക്കാണ് ബ്രിട്ടീഷുകാര് ബഹദൂർ ഷാ സഫറിനെ നാട് കടത്തിയത്. നാട് കടത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അടക്കം നിരവധി ആളുകളെ ബ്രിട്ടീഷുകാർ വധിച്ചു. ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് ഹഡ്സൺ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഓഫീസർ ആയിരുന്നു. ഹഡ്സനെ കുറിച്ച് നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട് 9-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ, അല്ലെ? ഹഡ്സൺ ബഹദൂർ ഷാ സഫറിന്റെ 2 മക്കളെ കൊല്ലുകയും അവരുടെ തല ഡൽഹി ഗേറ്റിൽ തൂക്കിയിടുകയും ചെയ്തു എന്നൊക്കെ നമ്മൾ ആ പാഠഭാഗത്തിൽ പഠിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. റംഗൂൺ മേ ഉൻഗർ സഖ്ത് പെഹരാധ. റംഗൂണിലേക്ക് നാട് കടത്തിയിട്ട് അദ്ദേഹത്തിന്റെ മേൽ ശക്തമായിട്ടുള്ള കാവൽ ഏർപ്പെടുത്തി. മിൽനെ കി ഇജാസത്തോ ദൂർ വേ ഖുൽക്കർ കിസി സെ ബാത്ചീത് ഭി നഹീ കർ സക്തെ. ആർക്കെങ്കിലും അദ്ദേഹത്തെ കാണാനാകും എന്നത് പോട്ടെ, ഖുൽക്കർ കിസി സെ ബാത്ചീത് കർനെ മേ ഭി, മറ്റാരോടെങ്കിലും തുറന്ന് സംസാരിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അത്രയും ശക്തമായ തടങ്കലിലാണ് അദ്ദേഹത്തെ പാർപ്പിച്ചിരുന്നത്. സഖ്ത് നസർബന്ദി കെ ബാവജു, ശക്തമായിട്ടുള്ള മേൽനോട്ടം ഉണ്ടായിരുന്നെങ്കിലും, കാവൽ ഉണ്ടായിരുന്നെങ്കിലും, ബഹദൂർ ഷാ സഫറിനെ അപ്പനി കുച്ച് ചിട്ടിയാം ദില്ലി പഹുഞ്ചായി. ബഹദൂർ ഷാ സഫർ അദ്ദേഹത്തിന്റെ കുറച്ച് എഴുത്തുകൾ ഡൽഹിയിൽ എത്തിച്ചു. കുസും ജമാനി ബേഗം ബഹദൂർ ഷാ സഫർ കി ബഡി ബേട്ടി തി. അദ്ദേഹത്തിന്റെ മൂത്ത പുത്രിയായിരുന്നു കുൽസും ജമാനി ബേഗം ബഹദൂർ ഷാ സഫർ കി ബഡി ബേട്ടി തി. ബഹദൂർ ഷാ സഫറിന്റെ മൂത്ത പുത്രിയായിരുന്നു കുൽസും ജമാനി ബേഗം. വേ ദില്ലി മേ അംഗ്രേസോ കി ഖൈദ് മേ ഥേ. അവരെ ഡൽഹിയിലെ ഇംഗ്ലീഷുകാരുടെ തടവിലായിരുന്നു. ഉനോനെ കിസി തരഹ് സേ ഏക് ഖത്, അവര് എങ്ങനെയെങ്കിലും ഒരു എഴുത്ത് അപ്പനെ കൈദി ബാപ്പ് കോ റംഗൂൺ ഭേജാ ഥാ, തടങ്കലിലാക്കപ്പെട്ട റംഗൂണിലുള്ള തന്റെ അച്ഛൻ അടുത്തേക്ക് എത്തിച്ചു. ഉസ്കെ ജവാബ് മേ ലിഖി ഗയി ചിട്ടി യഹാം പേഷേ. അതിന് മറുപടിയായി ബഹദൂർ ഷാ സഫർ എഴുതിയ എഴുത്താണ് നമുക്കിവിടെ വായിക്കാനായി പഠിക്കാനായി തന്നിരിക്കുന്നത്. ബഹദൂർ ഷാ സഫറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഉൻകാ ജന്മ 24 अक्टूबर
1775 को हुआ था. 1775 ഒക്ടോബർ 24 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം ശാസൻകാൽ 1837 से लेकर 1857 तक 1857 വരെ, 1837 മുതൽ 1857 വരെയാണ് അദ്ദേഹം ഡൽഹിയിൽ ഭരണം നടത്തിയത്. 1857 में अंग्रेजों ने दोबारा दिल्ली पर कब्जा जमा लिया. 1857 ഇംഗ്ലീഷുകാര് ഡൽഹിയെ കീഴ്പ്പെടുത്തി. और बहादुर शाह दिदी को गिरफ्तार करके उन पर मुकदमा चलाया. ബഹദൂർ ഷാ ദിദി അല്ലെങ്കിൽ സെക്കൻഡിനെ, അതായത് ബഹദൂർ ഷാ സഫറിനെ അറസ്റ്റ് ചെയ്യുകയും ഗിരഫ്താർ കർക്കെ അദ്ദേഹത്തിനെതിരെ കേസ് നടത്തുകയും തഥാ ഉനെ റംഗൂൺ നിർവാസിത് കർ ദിയാ ഗയ, അദ്ദേഹത്തിനെ റംഗൂണിലേക്ക് അല്ലെങ്കിൽ ബർമയിലേക്ക് നാട് കടത്തുകയും ചെയ്തു. ഉൻകെ പരിവാർ കെ ബഹുത് സേ സദസ്യ അംഗ്രേസോ ദ്വാരാ മാരേ ഗയെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ധാരാളം പേർ ഇംഗ്ലീഷുകാരാൽ കൊല്ലപ്പെട്ടു. യാ ജയിൽ മേ ഡാൽ ദിയേ ഗയെ, അല്ലെങ്കിൽ അവരെ ഡൽഹിയിലെ ജയിലിൽ അടച്ചു. 1858 में बहादुर शाह सफर को उनकी पत्नी जीवन महल और कुछ अन्य परिवार के सदस्यों के साथ राजद्रोह के आरोप में रंगून भेज दिया गया. 1858 ബഹദൂർ ഷാ സഫറിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ ജീനത്ത് മഹലിനെയും മറ്റ് കുറച്ച് കുടുംബാംഗങ്ങൾക്കൊപ്പം രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് റംഗൂൺ അല്ലെങ്കിൽ ബർമയിലേക്ക് അയച്ചു. इस तरह देश में लगभग 3 शताब्दियों से चले रहे मुगल काल का समाप्त हो गया. അങ്ങനെ നമ്മുടെ രാജ്യത്ത് 3 നൂറ്റാണ്ടുകളോളം നിലനിന്ന മുഗൾ ഭരണത്തിന് അവസാനമായി. ബഹദൂർ ഷായുടെ മൃത്യു, ബഹദൂർ ഷാ की मृत्यु 7 नवंबर 1862 को हुई. 1862 നവംബർ 7 തീയതിയാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ഉനെ റംഗൂൺ में ഷേഡഗോൽ പഗോഡ കെ പാസ് ദഫൻ ഗിയ, ബർമയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടന്നത്. ഷേഡഗോൽ പഗോഡയിലാണ്, പഗോഡയ്ക്ക് അടുത്താണ് അദ്ദേഹത്തെ സംസ്കരിച്ചത്. ജിസ് ജഗഹ് പർ ബാദ് മേ ബഹദൂർ ഷാ സഫർ ദർഗ ബനി, ആ സ്ഥലം പിന്നീട് ബഹദൂർ ഷാ സഫർ ദർഗ ആയിട്ട് മാറി. ഉൻകി പത്നി ജീനത്ത് കി മൗത്ത് 1886 को हुई. 1886 അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന ജീനത്ത് മഹലും അന്തരിച്ചു. ഓക്കെ, ബഹദൂർ ഷാ സഫറിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പരാമർശിച്ചത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നോക്കൂ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗത്തെ കുറിച്ചാണ്. യഹ് അന്തിം മുഗൾ സാമ്രാട്ട് ബഹദൂർ ഷാ സഫർ ദ്വാര അപ്പനി ബേട്ടി കോ ലിഖാ ഗയ ജവാബി പത്ര. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫറിന്റെ മൂത്ത പുത്രി കുൽസും ബീഗം ഡൽഹിയിലെ ജയിലിൽ നിന്ന് ബർമയിലേക്ക് ആരും അറിയാതെ രഹസ്യമായിട്ട് ഒരു എഴുത്തയച്ചു. തൻ്റെ പിതാവിന് അതിന് മറുപടിയായിട്ട് എഴുത്തയച്ചു. യഹ് അന്തിം മുഗൾ സാമ്രാട്ട് ബഹദൂർ ഷാ സഫർ ദ്വാര അപ്പനി ബേട്ടി കോ ലിഖാ ഗയ ജവാബി പത്ര ഹെ. ഈ എഴുത്ത്, നമ്മൾ പഠിക്കുന്ന ഈ ലെറ്റർ എന്ന് പറയുന്നത് മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫർ തൻ്റെ മകൾക്ക് എഴുതിയ മറുപടി കത്താണ്. ഇസ്മേ ബേട്ടി ഓർ പരിവാർ കെ പ്രതി സാമ്രാട്ട് കാ പ്യാർ, അതില് മകളോടും കുടുംബത്തോടുമുള്ള ചക്രവർത്തിയുടെ സ്നേഹം. ദില്ലി കെ പ്രതി അപ്പനെ ദേശവാസിയോ കെ പ്രതി പ്രേം ഓർ സഹാനുഭൂതി, അതേപോലെ ഡൽഹിയെ കുറിച്ചും തൻ്റെ രാജ്യത്തുള്ളവരെ കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും സഹാനുഭൂതിയും. ഏക് സാമ്രാട്ട് കെ ബുരേ ഹാൽ കാ ജിക്ർ ഹുവ, ഒരു ചക്രവർത്തിയുടെ ഏറ്റവും മോശം സമയവും ഇവിടെ ജിക്ർ ഹുവായെ സൂചിപ്പിച്ചിരിക്കുന്നു. കൈദ് ഖാനെ മേ രഹത്തെ ഹുയെ ഭി ഉൻകെ പത്ര മേ സാഹസ് ഓർ ദേശ് പ്രേം കാ സ്വർ മുഖരിത് ഹുവാ ഹെ. ബർമയില് ബ്രിട്ടീഷുകാർ തടവിലാക്കിയിരിക്കുകയാണെങ്കിലും അവരുടെ ജയിലിലാണെങ്കിലും അദ്ദേഹത്തിന്റെ പത്രത്തിൽ, അദ്ദേഹത്തിന്റെ എഴുത്തില് സാഹസവും ദേശസ്നേഹവും മുഴങ്ങി കേൾക്കുന്നു. യഹ് ഖത്ത് 18 മൈ 1860 കോ ലിഖാ ഗയാ. 1860 മെയ് 18 ഈ എഴുത്ത് എഴുതിയിരിക്കുന്നത്. ഇസ്കെ 2.5 साल बाद, ഇതിന് 1.5 വർഷത്തിന് ശേഷം 17 ദിസംബർ സെപ്റ്റംബർ 17 1862 को 1867 സെപ്റ്റംബർ 17 കൈദ് ഖാനെ മേ ഹി ഉനോനെ അന്തിം സാസ് ലീ ഥി. ഈ ജയിലിൽ തന്നെ അദ്ദേഹം അവസാന ശ്വാസം എടുത്തു. അവിടെ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. റംഗൂൺ മേ വേ ദഫ്നായ ഗയ, റംഗൂണിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടന്നത്. ഓക്കെ, നമുക്കിനി പാഠഭാഗം വായിച്ചു നോക്കാം, മനസ്സിലാക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. പ്യാരി ബിഠിയ, പ്രിയപ്പെട്ട മകളെ. തുമ്നെ അപ്പനെ കൈദി ബാപ്പ് കോ ഖത്ത് ഭേജ. ഖത്ത് ക്യാ ഭേജ മേരി ജാൻ ആസുനാമ ഥാ. പ്രിയപ്പെട്ട മകളെ, തുമ്നെ അപ്പനെ കൈദി ബാപ്പ് കോ, തടവിലാക്കപ്പെട്ട അച്ഛന് ഖത്ത് ലിഖ, എഴുത്തെഴുതി. ഖത്ത് ഭേജ, എഴുത്തയച്ചു. പ്രിയ മകളെ,
നീ തടവിലുള്ള നിന്റെ പിതാവിന് എഴുത്തയച്ചു. ഇത് വെറുമൊരു കത്തല്ല. ഖത്ത് ക്യാ ഭേജ, ഇത് വെറുമൊരു എഴുത്തല്ല നീ അയച്ചത് മേരി ജാൻ, എൻ്റെ പ്രിയപ്പെട്ടവളെ. ഇതൊരു ആൻസുനാമയായിരുന്നു, ഇതൊരു വിലാപ കാവ്യം പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നോക്കൂ, ബേട്ടേനെ പഠിക്കർ സുനായ, ബേട്ടേനെ പഠിക്കർ സുനായ, एक दफा सुना जी न भरा, फिर कहा बेटा फिर सुनाना, फिर सुना, वह भी रोया, मेरी आंखें भी आंसुओं से भीग गई, मेरी आंखें भी आंसुओं से भीग गई. നോക്കൂ, तुमने अपने कैदी बाप को പത്ര ലിഖ. ആരാണ് ഈ എഴുത്തെഴുതിയത്? അതെ, ഡൽഹിയില് ബ്രിട്ടീഷുകാരുടെ തടവിലുള്ള കുൽസും ബീഗം എന്ന അദ്ദേഹത്തിന്റെ മൂത്ത പുത്രിയാണ് വളരെ രഹസ്യമായിട്ട് ഈ എഴുത്ത് ബർമയിലുള്ള അല്ലെങ്കിൽ റംഗൂണിലുള്ള പിതാവിന്റെ അടുത്ത് എത്തിച്ചിരിക്കുന്നത്. ആ എഴുത്ത് ബഹദൂർ ഷാ സഫർ വായിച്ചു നോക്കി. അത് എഴുത്തല്ല, ഒരു വിലാപ കാവ്യമായിട്ടാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. ബേട്ടേനെ പട്കർ സുനായ, മകൻ വായിച്ചു കേൾപ്പിച്ചു. ഏക് ദഫ സുന, ഒരു പ്രാവശ്യം കേട്ടു. ജീന ഭര, മനസ്സ് നിറഞ്ഞില്ല. ഫിർ കഹ, മകനോട് വീണ്ടും വായിക്കാൻ പറഞ്ഞു. ബേട്ട ഫിർ സുനാന, മകനെ ഒന്നുകൂടി വായിക്കൂ. ഫിർ സുന, വീണ്ടും ആ എഴുത്ത് വായിച്ചു കേട്ടു. വഹ് ഫി രോയ, നിന്റെ ആ എഴുത്ത് വായിച്ച് മകളെ അവൻ കരഞ്ഞു. മേരി ആംഖേ ഫി ആസൂ സേ ഭീഗ് ഗയി, എൻ്റെ കണ്ണുകളും കണ്ണുനീർ കൊണ്ട് നനഞ്ഞിരുന്നു. മനസ്സിലായോ? കഹ ബാബ ഏക് ദഫ ഫിർ പഠോ, ക്യാ ലിഖൂംഗാ ബേട്ടി कि मुझ पर तुम्हारे खत का क्या असर हुआ है, 3 दफा सुनने के बाद भी दिल को करार नहीं आया. നോക്കൂ, അദ്ദേഹം പറയുന്നത് കഹാ ബാബ ഏക് ദഫ ഫിർ പഠോ, ഞാൻ പറഞ്ഞു മകനെ ഒന്നുകൂടെ വായിക്കൂ, മകനെ ഒരു വട്ടം കൂടി വായിക്കൂ. ഏക് ദഫ ഫിർ പഠോ, ഫിർ ക്യാ ലിഖൂംഗാ ബേട്ടി, ക്യാ ലിഖൂംഗാ ബേട്ടി, എന്തെഴുതാനാണ് മകളെ. മുझ पर तुम्हारे खत का क्या असर हुआ है, എന്നിൽ എത്ര വലിയ സ്വാധീനമാണ് നിന്റെ എഴുത്തുണ്ടാക്കിയിരിക്കുന്നത്. 3 ദഫാ സുന്നി കെ ബാദ് ഫി, 3 പ്രാവശ്യമായി എഴുത്ത് വായിച്ചു കേട്ടിട്ടും ദിൽ കോ കരാർ നഹി ആയ, മനസ്സിന് ഹൃദയത്തിന് ഒരു ആശ്വാസവും ലഭിക്കുന്നില്ല. അപ്പോൾ ബഹദൂർ ഷാ സഫർ റംഗൂണിലെ ഈ ജയിലിലിരുന്ന് ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മകൾ രഹസ്യമായിട്ട് എത്തിച്ച ഈ എഴുത്ത് 3 പ്രാവശ്യമാണ് വായിച്ചു കേട്ടത്. ആ 3 പ്രാവശ്യം വായിച്ചു കേട്ടിട്ടും അദ്ദേഹത്തിന് സംതൃപ്തി വരുന്നില്ല, ആശ്വാസം ലഭിക്കുന്നില്ല. അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനെയും മറ്റു ബന്ധുക്കളെയും എല്ലാം ആ എഴുത്ത് ഒരുപാട് വേദനിപ്പിക്കുന്നതാണ്. അത് അദ്ദേഹം പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? അടുത്ത നോക്കൂ, സച്ച് കഹത്തി ഹോ, सच कहती हो दिल्ली वाले मुझको रोते होंगे, സത്യം പറയുകയാണ്, നീ പറഞ്ഞത് വളരെ ശരിയാണ്. സച്ച് കഹത്തി ഹോ, നീ പറഞ്ഞത് ശരിയാണ്. ദില്ലിയിലുള്ളവർ, ഡൽഹിയിലുള്ളവർ എന്നെ ഓർത്ത് കരയുന്നുണ്ടാവും. ദില്ലി വാലെ മുझको रोते होंगे, ഡൽഹിയിലുള്ളവർ എന്നെ ഓർത്ത് കരയുന്നുണ്ടാകും. വേ ക്യാ യഹ് നഹീം ജാൻതെ, അവർക്കിതറിയില്ലേ. കി എന്തെന്നാൽ മേ ഭി ഉൻകോ രോത്താഹു, ഞാനും അവരെ ഓർത്ത് കരയുകയാണ്. അവർക്കും അറിയാമായിരിക്കും ഞാനും അവർക്ക് വേണ്ടി കരയുന്നുണ്ട്. മേന്തോ ജിന്ദാ ബേട്ടാഹു, ഞാനിവിടെ ജീവനോടെ ഉണ്ട്. വേത്തോ, പക്ഷേ അവരാണെങ്കിലോ, ഡൽഹി നിവാസികളാണെങ്കിലോ, ബിനാ ആയി മോത് മർ ഗയി, അവർ നിനച്ചിരിക്കാതെ കൊല്ലപ്പെട്ടു. ബിനാ ആയി മോത് മർ ഗയി എന്ന് പറഞ്ഞാല് അവര് നിനച്ചിരിക്കാതെ, അവർ പോലും ആലോചിക്കാത്ത സമയത്ത്, അവർ പോലും ചിന്തിക്കാത്ത സമയത്ത് ബ്രിട്ടീഷുകാരാൽ അവർ വധിക്കപ്പെട്ടു. കിത്തനോങ്കെ ബാപ്പ്, എത്രയോ പേരുടെ പിതാക്കന്മാർ, അച്ഛന്മാർ. കിത്തനോങ്കെ ബേട്ടെ, എത്രയോ പേരുടെ മക്കൾ. കിത്തനോങ്കെ ഭായി, എത്രയോ പേരുടെ സഹോദരങ്ങൾ. ഫാസിയാം പർ ചടുകയെ, തൂക്കിലേറ്റപ്പെട്ടു. എത്രയോ പേരുടെ അച്ഛനും സഹോദരന്മാരും തൂക്കിലേറ്റപ്പെട്ടു. ഫാസിയോം പർ ചടുകയ, തൂക്കിലേറ്റുക. ഫാസി പർ ചടുന, തൂക്കിലേറ്റുക. കിത്തനെ ബച്ചേ യത്തീം ഹോഗേ, എത്രയോ കുട്ടികൾ അനാഥരായി മാറി. യത്തീം, അനാഥരായി മാറി. കിത്തനി ഔരത്തേം ബേവാ ഹോഗേ, എത്രയോ സ്ത്രീകൾ വിധവകളായി. ബേവ, വിധവ. എത്രയോ സ്ത്രീകൾ വിധവകളായി.
എത്രയോ കുട്ടികൾ അനാഥരായി. കർ ലുട്കേ നഹീം ബൽക്കി ഖോദ് ഡാലേഗേ. വീട് കൊള്ളയടിക്കപ്പെട്ടു എന്നല്ല പറയുന്നത്, ഉഴുതുമറിക്കപ്പെട്ടു. ഖോദ് ഡാലേഗേ എന്ന് വെച്ചാൽ ഉഴുതുമറിക്കപ്പെട്ടു. ബ്രിട്ടീഷുകാർ വീടുകൾ കൊള്ളയടിച്ചു എന്നല്ല പറയേണ്ടത്, അവർ വീടുകൾ ഉഴുതുമറിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ വീടുകൾക്കും അവരുടെ സ്വത്തിനും എല്ലാം സർവനാശം അവർ വരുത്തി. അവർ ഉൻപർ ഹൽ ചൽവാ ദിയേഗേ. അതില് കലപ്പ ഓട്ടിച്ചു എന്ന് പറയേണ്ടി വരും. വീട് ഉഴുതുമറിച്ച് കലപ്പ ഓട്ടിച്ചതുപോലെ വീടിനും സ്വത്തിനും എല്ലാം അവർ നാശനഷ്ടം വരുത്തി, ബ്രിട്ടീഷുകാർ നാശനഷ്ടം വരുത്തി. ദില്ലി ബേ ജബ് മേരാ മുഖദ്ദമ ചൽ രഹാ ഥാ. ഡൽഹിയിൽ എൻ്റെ കേസ് നടക്കുമ്പോൾ, എനിക്കെതിരെ വാദം നടക്കുമ്പോൾ, ഉസി ജമാനെ മേ തബാഹി ഓർ ബർബാദി കി കിസ്സേ സുനേ ഥേ. ആ സമയത്ത് തന്നെ ഞാൻ നാശത്തിൻ്റെയും തകർക്കലിൻ്റെയും അനേകം കഥകൾ കേട്ടിരുന്നു. കിസ്സേ എന്ന് പറഞ്ഞാൽ കഥകൾ. ഡൽഹി നിവാസികളുടെ സ്വത്തുക്കളും അവരുടെ വീടുകളും എല്ലാം തകർത്ത, നശിപ്പിച്ച, കൊള്ളയടിക്കപ്പെട്ട അനേകം കഥകൾ ഞാൻ ഡൽഹിയിലായിരിക്കുമ്പോൾ തന്നെ, ഡൽഹിയിൽ എൻ്റെ വാദം നടക്കുമ്പോൾ ഞാൻ കേട്ടിരുന്നു. മേരെ യഹാം ആ ജാനെ കെ ബാദ് പതാ നഹീം ഓർ ക്യാ ക്യാ പരേശാനിയാം സഹിനെ ഷഹർ വാലോം പർ പടി ഹോങ്കെ. ഞാനിവിടെ എത്തിയതിനു ശേഷം, ആ ജാനെ കെ ബാദ്, ബഹദൂർ ഷാ സഫർ റംഗൂണിൽ എത്തിയതിനു ശേഷം, പതാ നഹി, അദ്ദേഹം പറയുന്നു, എനിക്കറിയില്ല, ക്യാ ക്യാ പരേശാനിയാം, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഷഹർ വാലോം പർ പടി ഹോങ്കെ, ഡൽഹി നിവാസികൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവുക. ഷഹർ എന്ന് പറഞ്ഞാൽ പട്ടണം. അബ് ഹസേ യാ രോയേം, ഇപ്പൊ എനിക്ക് കരയണോ ചിരിക്കണോ അറിയില്ല. കോയി ഫായദ നഹീം, അല്ലെങ്കിലും കരഞ്ഞതുകൊണ്ടും ചിരിച്ചതുകൊണ്ടും ഇവിടെ ഒരു ഉപകാരവുമില്ല, ഒരു പ്രയോജനവുമില്ല. ഹം സബ് കാലേ പാനി മേഹേ, ഞങ്ങൾ എല്ലാവരും കാലേ പാനിയിലാണ്. റംഗൂണില് ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാരെ പാർപ്പിച്ചിരുന്ന ജയിലാണ് കാലേ പാനി, നിങ്ങൾക്കറിയാം. അവിടെയാണ് ഞാനുള്ളത്. അപ്പനെയും വതൻ ദില്ലി സേ സൈക്കഡോം കോസ് ദൂർ, എൻ്റെ സ്വന്തം ജന്മനാടായ വതൻ, മേരെ വതൻ, എൻ്റെ ജന്മനാടായ, എൻ്റെ മാതൃഭൂമിയായ ഡൽഹിയിൽ നിന്ന് ആയിരക്കണക്കിന് മൈൽ ദൂരെ, സൈക്കഡോം കോസ്, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെ ബർമ്മയിലെ കാലേ പാനിയിലാണ് ഞാനുള്ളത്. ഖർസേ ജുദാ और ऐसा जुदा कि अब जीते जी किसी से मिलने की आस नहीं. നോക്കൂ, ജന്മനാടിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. ഖർസേ ജുദ, സ്വന്തം വീട്ടിൽ നിന്ന്, സ്വന്തം രാജ്യത്തിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കുന്നു. ഏസി ജുദ, ഈ വേർപിരിയൽ എങ്ങനെയുള്ളതാണ്? അബ് ജീത്തേ ജി, ഇനി ജീവിച്ചിരിക്കുമ്പോൾ, കിസി സേ മിൽനെ കി ആസ് നഹീം ഹേ, ആരെങ്കിലും കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷ ഇനി ബാക്കിയില്ല. നമ്മളെല്ലാവരും അനേകം നാഴിക, ആയിരക്കണക്കിന് നാഴിക ദൂരെയാണുള്ളത്. ഡൽഹിയിൽ നിന്ന് വളരെ ദൂരെ, സ്വന്തം വീട്ടിൽ നിന്ന് വളരെ ദൂരെ. ഇനി വീണ്ടും ഒരിക്കൽ എല്ലാവരെയും കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയില്ലാത്ത അത്രയും ദൂരത്താണ് ഞങ്ങളുള്ളത്. മുച്ചേ യാദായ, എനിക്ക് ഓർമ്മ വരുന്നു, ജബ് തുമാരാ ഷാദി ഹുയി ഥി, നിന്റെ വിവാഹം നടന്നപ്പോ, ഗാലിബ് ഓർ ജോക്നെ തുമാരി ബാരാത്ത് കി അഗ്വാനി കെ സൊഹറെ ലിഖേ തെ. എനിക്ക് ഓർമ്മ വരുന്നു, നിന്റെ വിവാഹത്തിന് ഗാലിബും ജൗക്കും വിവാഹ ഘോഷയാത്രയെ സ്വീകരിക്കുവാനുള്ള പാട്ടുകൾ എഴുതി നൽകിയിരിക്കുന്നു. ബാരാത്ത് കി അഗ്വാനി കി സൊഹറെ, എന്താണ്? വരന്റെ സംഘത്തെ അല്ലെങ്കിൽ വിവാഹ ഘോഷയാത്രയെ സ്വീകരിക്കാനുള്ള പാട്ട്. സൊഹറെ എന്ന് പറഞ്ഞാൽ വിവാഹ ഘോഷയാത്രയിൽ പാടുന്ന പാട്ടാണ്. ആ പാട്ട് ഗാലിബും ജോക്കും എഴുതി തന്നത്, അവർ പാടിയത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ഈ ഗാലിബിനെ കുറിച്ച് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അബ് യഹാനൽ ലാൽ കില ഹേ, ഇപ്പോഴിവിടെ റെഡ് ഫോർട്ട് ഇല്ല, ലാൽ കില ഇല്ല. ഔർന പഹരേദാർ, എനിക്ക് കാവൽക്കാരില്ല. ബസ് ലക്കടി കാ ഏക് പുരാന മക്കാൻ ഹേ, തടി കൊണ്ടുള്ളൊരു പഴയ വീട് മാത്രം. ജോ ബർസാത് മേ ഠബക്താ ഹേ, അത് മഴ പെയ്യുമ്പോൾ ചോരും. ഔർ ജിസ്മേം ദോ ചാർ കമരോങ്കെ സിവായ് ജ്യാദാ ഗുഞ്ചായിഷ് നഹി ഹേ, അതിൽ 2-3 മുറികളുണ്ട് എന്നല്ലാതെ മറ്റൊരു സൗകര്യവും അവിടെ ഇല്ല. നോക്കൂ, മഴയിൽ ചോർന്നൊലിക്കുന്ന ഒരു പഴയ കെട്ടിടമാണ് ഇപ്പോൾ ഉള്ളത്. 2-4 മുറികൾ ഉണ്ടാകും. അവിടെ മറ്റൊരു പ്രതീക്ഷയും വേണ്ട. ജ്യാദാ ഗുഞ്ചായിഷ് നഹീം, മറ്റൊന്നും കൂടുതലായിട്ട് അവിടെ പ്രതീക്ഷിക്കേണ്ട, അത്രയും സൗകര്യങ്ങൾ കുറഞ്ഞ
ഒരു സ്ഥലത്താണ് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത്. മഴ പെയ്യുമ്പോൾ ചോരുന്ന ലക്കടി കാ ബനാ ഏക് പുരാന മക്കാൻ മേ രഹത്തെ ഹേ വേ. ഏക് ദഫാ കി ബാത് ഹേ, ഒരു പ്രാവശ്യം നടന്ന സംഭവമാണ്. ഈദ് ആയിരുന്നു, ഈദ് ഉത്സവത്തിന്റെ സമയമായിരുന്നു. ഉസി മൗക്കെ പർ ചന്ദ് മുസൽമാൻ മേരെ ലിയെ കുച്ച് തോഫെ ലേക്കറായ, കുറച്ച് മുസ്ലിങ്ങൾ സമ്മാനങ്ങളുമായി എൻ്റെ അടുത്ത് വന്നു. തോഫെ, സമ്മാനങ്ങളുമായി വന്നു. മേനെ ഉൻസെ കഹ, ഞാൻ അവരോട് പറഞ്ഞു, ഭായി ഏ തോഫെ മേ നഹി ലേ സക്ത, സഹോദരന്മാരെ ഈ സമ്മാനം സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. ഉനോനെ ജബ് ബഹുത്ത് കഹ കുച്ച് തോഫെ ലേ ലിയേ, ഒരുപാട് പറഞ്ഞപ്പോൾ അവരിൽ നിന്ന് കുറച്ച് സമ്മാനം എനിക്ക് സ്വീകരിക്കേണ്ടതായി വന്നു. ബഹുത്ത് കഹ, ഒത്തിരി നിർബന്ധിച്ചപ്പോൾ കുച്ച് തോഫ ലേ ലിയേ, കുറച്ച് സമ്മാനങ്ങൾ സ്വീകരിച്ചു. ഉസ്കെ ഏസ്മേ മേനെ മല്ലിക കാ ഏക് ഹാർ ഉൻകോ ദേ ദിയ, അതിന് പകരമായി റാണിയുടെ ഒരു മാല ഞാൻ അവർക്ക് നൽകി. മല്ലിക കാ ഏക് ഹാർ, റാണിയുടെ, അദ്ദേഹത്തിന്റെ കൂടെ ബർമയിലേക്ക് വന്ന, റംഗൂണിലേക്ക് കൂടെ വന്ന അദ്ദേഹത്തിന്റെ പത്നിയുടെ ഒരു മാല അവർക്ക് നൽകി. ദൂസരേ ദിൻ ഹുക്കുമായ, അടുത്ത ദിവസം ആജ്ഞ വന്നു, ബ്രിട്ടീഷുകാരുടെ ആജ്ഞ വന്നു. കി, എന്തെന്നാൽ ഇൻ മുഗളോങ്കെ പാസ് ജവാഹരാത് ബഹുത് ജ്യാദാ ഹെ, മുഗളന്മാരുടെ അടുത്ത് ധാരാളം സമ്പാദ്യമുണ്ട്, ധാരാളം ആഭരണങ്ങളുണ്ട്. ജവാഹരാത്, ആഭരണങ്ങളുണ്ട്. ഇൻ കൈദിയോങ്കോ ദിയേ ജാനെ വാല ഖർജ് ഇൻകോ ജരൂരത് സെ ജ്യാദാ ഹി ഹെ, അതുകൊണ്ട് തടവിലുള്ളവർക്ക് വേണ്ടി ചിലവാകുന്ന പൈസ, അവർക്ക് വേണ്ടി ചിലവാക്കുന്ന പൈസ, തടവിലുള്ളവർക്ക് വേണ്ടി ചിലവാക്കുന്ന പൈസ ആവശ്യത്തെക്കാൾ കൂടുതലാണ് എന്നൊരാജ്ഞ വന്നു. ഫിർ വഹി ഹുവ, പിന്നെ അത് തന്നെ സംഭവിച്ചു. ജിസ്കാ ഡർ ഥാ, ഏതാണോ ഭയന്നിരുന്നത്, ഹമാരാ ഖർജ ആദാ കർ ദിയാ ഗയാ, അങ്ങനെ നമുക്ക് വേണ്ടി നമ്മുടെ ചെലവിലേക്ക് തന്നിരുന്ന പൈസ പകുതിയായി വെട്ടിക്കുറച്ചു. അപ്പോൾ ഇവിടെ ഒരു സംഭവമാണ് ബഹദൂർ ഷാ സഫർ വിവരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു ദിവസം ഈദിന്റെ അവസരത്തിൽ കുറച്ച് മുസ്ലിം സഹോദരന്മാർ കാണാനായിട്ട് വന്നു. അവർ കുറച്ച് സമ്മാനങ്ങൾ അദ്ദേഹത്തിന് നൽകി. ആ സമ്മാനങ്ങൾ ആദ്യം അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായില്ല. പക്ഷേ അവർ നിർബന്ധിച്ചപ്പോൾ കുറച്ച് സമ്മാനങ്ങൾ സ്വീകരിക്കേണ്ടതായി വന്നു. അതിന് പകരമായിട്ട് അദ്ദേഹത്തിൻ്റെ പത്നിയുടെ ഒരു മാല അവർക്ക് നൽകി. അതോടെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ ആജ്ഞ വന്നു, ഈ മുഗളന്മാരുടെ അടുത്ത് ധാരാളം ആഭരണങ്ങളുണ്ട്, അവർക്ക് ചിലവിലേക്കായിട്ട് അധികം തുക നൽകേണ്ടതില്ല. അങ്ങനെ അവർക്ക് ചിലവിന് കൊടുത്തിരുന്ന പൈസ പകുതിയായി വെട്ടിക്കുറച്ചു. ക്യാ ഖബർ കി യഹ് ഖത് തുംകോ മിലേഗ ഭി യാ നഹീം, ആർക്കറിയാം ഈ എഴുത്ത് നിനക്ക് കിട്ടുമോ എന്നറിയില്ല, ഈ കത്ത് നിനക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ല. സുൻതാഹും വേ ആത്മീ ഭരോസ കെ കാബിൽ ഹേ, ആ മനുഷ്യൻ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണ് എന്നെല്ലാവരും പറയുന്നു. ജിൻകെ ഹാത്മേ യഹ് ഖത്ത് ഭേജാ ജായേഗ, അയാളുടെ കയ്യിലാണ് ഈ എഴുത്ത് കൊടുത്തയക്കുന്നത്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണെന്ന് ഈ എഴുത്ത് കൊടുത്തയക്കുന്ന ആളിനെ കുറിച്ച് ആരോ പറഞ്ഞു, അയാളുടെ കയ്യിൽ തന്നെയാണ് ഈ എഴുത്തും അയക്കുന്നത്. ലേക്കിൻ കിത്തനെ ഹി ശഖ്സ് മേനെ ഏസെ ദേഖേ ഹേ, പക്ഷേ എത്രയോ വ്യക്തികളെ, കിത്തനെ ഹി ശഖ്സ്, എത്രയോ വ്യക്തികളെ ഞാൻ ഇങ്ങനെ കണ്ടിരിക്കുന്നു. ജോ ആഖിർ മേ ദഗാബാജ് ഔർ ദൂസരോങ്കെ ഭേജെ ജാസൂസ് സാബിദ് ഹുയെ, അവസാനമായിരിക്കും അവര് ജാസൂസ അല്ലെങ്കിൽ ധോക്കേബാസു ആയിരിക്കും. ദഗാബാജ് എന്ന് പറഞ്ഞാൽ ആരാണ്? ധോക്കേബാസ്, വഞ്ചകന്മാര് അല്ലെങ്കിൽ ജാസൂസ്, ചാരന്മാരാണെന്ന് അവസാനമായിരിക്കും തിരിച്ചറിയാൻ കഴിയുക. അങ്ങനെ എത്രയോ വ്യക്തികളെ ഞാൻ കണ്ടിരിക്കുന്നു. എന്തായാലും മറ്റുള്ളവർ വിശ്വസിക്കാം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കയ്യിലാണ് ഞാൻ ഈ എഴുത്ത് കൊടുത്തയക്കുന്നത്. പക്ഷേ ഇത് നിന്റെ അടുത്ത് എത്തുമോ ഇല്ലയോ എന്ന് ഉറപ്പ് എനിക്കില്ല. ലേക്കിനീസ് ഖത്തുമേ മേനെ ഏസാ ലിഖാഹി ക്യാഹെ, പക്ഷേ ഞാൻ ഈ എഴുത്തിൽ അങ്ങനെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഏസാ ലിഖാഹി ക്യാഹെ ജിസ്കോ മുച്ചേ ഫിക്ർ ഹോ, ഞാൻ ഭയപ്പെടേണ്ടതായി, ഞാൻ ചിന്തിക്കേണ്ടതായിട്ട് ഈ കത്തിൽ ഒന്നും തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, എഴുതിയിട്ടില്ല. ഏക് ബാപ്പിനെ ഏക് ബേട്ടിക്കോ ഖത്ത് ലിഖ്വായാ ഹെ, ഒരച്ഛൻ ഒരു മകൾക്ക് എഴുത്തെഴുതിച്ചിരിക്കുന്നു. നെ ഇസ്മേ അപ്പനെ മുൽക്ക് കി കോയി ബാത്ത് ഹെ, ഇതിൽ നമ്മുടെ ദേശത്തെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഒന്നുമില്ല. പിന്നെ ഗൈർ മുൽക്ക് കി അല്ലെങ്കിൽ വിദേശത്തെ കുറിച്ചൊന്നുമില്ല. നമ്മുടെ രാജ്യത്തെക്കുറിച്ചോ വിദേശീയരെ കുറിച്ചോ ഒന്നും തന്നെ ഈ എഴുത്തിലില്ല. ഹമാരി ഖബ്ർ പർദേശ്
പരദേശ് മേ ബനേഗ. ഒരു കാര്യം തീർച്ചയാണ്, എൻ്റെ ശവകുടീരം, ഖബ്ർ ശവകുടീരം തീർച്ചയായിട്ടും പരദേശത്തായിരിക്കും, വിദേശത്തായിരിക്കും. തൈഹെ, അത് ഉറപ്പാണ്. ലേക്കിൻ അഭി തോ ഹം ലക്കടി കി ഭീഗി ഹുയി ഖബ്ർ മേ ജിന്ദാ ദഫൻ ഹെ. തടി കൊണ്ടുണ്ടാക്കിയ ലക്കടി കി ഭീഗി ഹുയി ഖബ്ർ മേ, തടി കൊണ്ടുണ്ടാക്കിയ നനഞ്ഞ ശവകുടീരത്തിൽ ജീവനോടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഞങ്ങളെ. ഒരു കാര്യം തീർച്ചയാണ്, ഞങ്ങളുടെ ശവകുടീരം നിർമ്മിക്കപ്പെടുന്നത് വിദേശത്തായിരിക്കും. പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോഴും ജീവിതം മരം കൊണ്ടുണ്ടാക്കിയ ഒരു ശവകുടീരത്തിൽ ജീവനോടെ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് പോലെയാണ്. ജബ് മർ ജായെങ്കെ, മരിക്കുമ്പോൾ തബ് ഫി ഖബ്ർ മേ ഹി ഹോങ്കെ, അപ്പോഴും ശവകുടീരത്തിൽ തന്നെ. ബസ് ബേട്ടി ഖുദാ ഹാഫിസ്, മകളെ എഴുത്തു നിർത്തുന്നു, ഖുദാ ഹാഫിസ്. ഓക്കെ, ഇതാണ് ഡൽഹിയിലെ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫർ ഡൽഹിയിൽ ജയിലിലായിരുന്ന അദ്ദേഹത്തിൻ്റെ മകൾക്ക് എഴുതിയ എഴുത്ത്. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു എഴുത്താണ്. ഇതെല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. ആരും മറന്നു പോകാതെ എഴുതുക. എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അതേപോലെ തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം.